ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പെരുന്നാൾ പ്രമാണിച്ച് എവിടെയും പോയിട്ടില്ലായിരുന്നു. അപ്പം പാത്തോട്ടിക്കും കുഞ്ഞൂരും ഇവിടെ ശാർക്കര പറമ്പ് കാണാൻ പോകുന്നു. എല്ലാ വർഷവും പറമ്പ് കാണാൻ പോകും, പക്ഷേ നമ്മളവിടുത്തെ റൈഡിലൊന്നും കയറാറില്ല. കാരണം ഈ നോമ്പ് സമയത്തൊക്കെ ആയിരുന്നു ആ റൈഡൊക്കെ പറഞ്ഞത്. 10 ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും. പക്ഷേ ഇപ്പോൾ ഒത്തിരി താമസിച്ചൊരു 15 ദിവസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോയിട്ട് ആ ജയൻറ്റ് വീലിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ എൻ്റെ ഉമ്മ കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കി പോണ വഴിക്ക് എടുക്കാൻ ഇൻട്രോ എടുക്കാൻ സമയം കിട്ടിയില്ല ഗൈസ്. കുന്നംകുളം മമതാ ബൈജു ഒരു എസ്തറ്റിക് കണ്ണാപ്പി ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. ഈ പുറകെ പോകുന്നത് എൻ്റെ മമ്മിയാണ്. മുട്ടേര മഞ്ഞക്കരി പോലെ ഇരിക്കണല്ലേ. അങ്ങനെ ഞങ്ങൾ പറമ്പിലെത്തി. മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറ്റിയടിച്ച് നിന്ന് കേട്ടോ. അസീനായും മക്കളും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ കടകളെല്ലാം കറങ്ങിക്കൊണ്ടിരുന്ന എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കുരുങ്ങിപ്പോവും. കാരണം ഏകദേശം 6:45 കേട്ടോ. അപ്പം രാത്രിയായി കഴിഞ്ഞാൽ അവിടെ എല്ലായിടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ കണ്ടുമുട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മെയിൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ നിന്നിട്ടോ. അവിടെയാണ് ഈ റൈഡൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളിന്ന് പ്രധാനമായിട്ടും രാത്രി വന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ജെയിൻറ്റ് വീൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കൊച്ചുവേളിയിൽ വെച്ചൊരു മിനി ജെയിൻറ്റ് വീൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വലുതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. പിന്നെ അവളെ കാത്തു നിന്ന് കാണാത്തത് കൊണ്ട് ഞാനും ഉമ്മായും ഓരോ ചായയും കുഞ്ഞും പാത്തും ഓരോ ഷമാം ജ്യൂസും മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസും മേടിച്ച് കുടിച്ച് ഞങ്ങളുടെ വെയിറ്റ് ചെയ്യണത് ഈ കാണുന്നതാണ് മരണക്കിണർ. പിന്നെ എന്തൊക്കെയോ റൈഡുകളുണ്ട്, എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും പേരെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ അസീനാക്ക് വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈമാണ് ഞാൻ വലിയ ജെയിൻറ്റ് വീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എന്താവും എന്തോ, എനിക്ക് പേടിയുണ്ട് കേട്ടോ. പോയിട്ട് വരാം ഗൈസ്, പോയിട്ട് വരാം. അയ്യോ എന്തരാവും. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ജെയിൻറ്റ് വീലിൽ കയറാൻ പോകുന്നു. പടച്ചോനെ നിങ്ങൾ കാത്തോളി. അയ്യോ ഞാനിതാ വരുന്നു. അയ്യോ എൻ്റെ പൊന്നു പിള്ളേരെ, ജെയിൻറ്റ് വീലിൻ്റെ അടുത്തെത്തിയപ്പോഴേ എൻ്റെ പാദജീവനങ്ങ് പോയി. അസീന നമുക്ക് 4 പേർക്ക് ഒന്നിനകത്ത് കയറാമെന്നും പറഞ്ഞിട്ട് അസീനായും പിള്ളേരെയും പിടിച്ച് നിർത്തിയേക്കുന്നത്. അസീനായും അവളുടെ മോള് സനായും നേരത്തെ കയറിയിട്ടുള്ളതുകൊണ്ട് അവർക്ക് പേടിയൊന്നുമില്ല. ഞാനും പാത്തും കിളി പോയാണ് നിൽക്കുന്നത്. ഈ കാണുന്ന മൂച്ച് മാത്രമേ ഉള്ളൂ പിള്ളേരെ. ഞാൻ വെറും പേടിത്തോറിയാണ്. അയ്യോ എപ്പോഴും ഞാൻ സൈഡ് സീറ്റ് വെക്കുക, എനിക്ക് സൈഡ് സീറ്റ് വേണ്ട. സിയ നമ്മളിപ്പോ പൊങ്ങും കേട്ടോ. സിയ ഇങ്ങോട്ട് നോക്ക്. നമ്മളിപ്പോ നമ്മള് സൈറ്റിൽ കയറിയിട്ടില്ലേ? ഞാൻ കണ്ണുറക്കൂല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കണ്ണുറക്കൂല. പാത്തോ നമ്മളെ മോളിലെത്തിയടി. നീ ഫോൺ എടുക്കാത്തത്? ഫോൺ എടുക്കാൻ വയ്യേ? ഇവക്ക് പേടിയില്ല കേട്ടോ. അതെ അത് കഴിഞ്ഞ് നീ അത് പറഞ്ഞത് ഞാൻ അയാളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം. അങ്ങോട്ട് ഇറങ്ങട്ടെ. അസീനയും ഞാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു വർത്താനമൊക്കെ പറയുന്നത് എൻ്റെ പേടിയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ. അപ്പം മോളിൽ ഇരുന്നിട്ട് താഴെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നി ഫോണ് പിടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കിടുകിടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും മുകളിലെത്തിയാ പാത്തു എന്നും പറഞ്ഞ് ഞാനും പാത്തു നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഈ ചോട്ടാ ഭീം ഇവിടെ ആവശ്യമില്ലാതെ കിടന്ന് കറങ്ങുന്നുണ്ട് താഴെ തലയ്ക്ക് മീതെ കുറേ ലൈറ്റും കത്തിച്ചുകൊണ്ട്. ഗൈസ് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്, ഇനി നടന്നത് ചരിത്രമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും കമൻറ്റ് ഇടണം ഗൈസ്. ഒരാൾ ഇവിടെ കിടന്ന് വലിയ വായിൽ വാകീറി വിളിക്കുമ്പോൾ അടുത്തിരുന്ന ഒരുത്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൂളായിട്ട് ചിരിക്കാൻ പറ്റുന്നത്? എൻ്റെയും പാത്തുവിൻ്റെയും നിലവിളി കണ്ട് സനായും അസീനായും കൂടെ അവിടെ കൊലച്ചിരിയായിരുന്നു. രണ്ടും കൂടെ ദുഷ്ടത്തികൾ. ഇവളുമാർ രണ്ടുപേരും നേരത്തെ കയറിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്കിട്ട് പണി തന്നതാണ് ഗൈസ്.
ജയിൻ്റ് വീലിൽ നിന്ന് ഇറങ്ങിയ ഞാൻ കിളി പോയതുപോലെയായിരുന്നു ഗൈസ്. എൻ്റെ കിളികളെല്ലാം എങ്ങോട്ട് പാറിപ്പോയി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇതിന് സൗണ്ട് കൊടുക്കുമ്പോഴും ഞാൻ ആ ജയിൻ്റ് വീലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ആ പൊങ്ങിയിട്ട് താഴുന്ന സമയത്തുള്ള ആ കുളിര് കോരിച്ച എന്നെ ഇപ്പോഴും പുളകം കൊള്ളിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സിയാന ഒരു കുതിരയെ കയറ്റിയിട്ടാ. ഈ 6 വയസ്സുള്ള കൊച്ചിൻ്റെ ധൈര്യം പോലും എനിക്കില്ലെന്നും പറഞ്ഞ് അവളുടെ തള്ള, അതായത് അവളുടെ മമ്മി അസീന, എന്നെ അനാവശ്യത്തിനും ഇട്ട് ഊക്കുന്നുണ്ടായിരുന്നു. എനിക്കും കിട്ടുവാടി അവസരം, നിനക്ക് ഞാനും തരാം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാരി അജിനെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവളും അവളെ ഹസ്ബൻഡും മക്കളും ഇതേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് ഭയങ്കര മിസ്സായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൾ വാട്സാപ്പിൽ ഞാൻ സ്റ്റാറ്റസ് വെച്ചായിരുന്നു കേട്ടോ ഈ ജയിൻ്റ് വീലിൽ കയറിയ കാര്യം. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചേടി നീ ഇന്ന് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു ഓടി ശർക്കര പറമ്പിലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ ഇട്ടുവന്നു. ഞാൻ നോക്കിയപ്പം അവളുടെ ഹസ്ബൻഡ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു, ഞാനും അസീനയും ഉമ്മായും പോകുന്ന ഒരു വീഡിയോ കേട്ടോ. ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്ര അടുത്ത് നിന്നിട്ട് ഞാൻ അവളെ കണ്ടില്ല. ഞാൻ അവളോട് ചോദിച്ചെടി നീ എന്തോ ആടി എൻ്റെ അടുത്ത് വന്ന് മിണ്ടാത്തെന്ന് ചോദിച്ചു. പറഞ്ഞെടി ഞാൻ ജയിൻ്റ് വീല് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് താഴെ കൂടെ നീ പോയത് ഞാൻ കണ്ടില്ല, ഞാൻ മുകളിലോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഭയങ്കര ചെയ്ത്തായി പോയിട്ടോ. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇക്ക വന്ന സമയത്ത് നാഗർകോവിലിൽ പോയ സമയത്തും അവൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവളെ അപ്പോഴും എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. എന്തായാലും ഭയങ്കര ചെയ്ത്തായിപ്പോയി. പിന്നെ ഞാൻ ആ ആകാശ ഊഞ്ഞാലെടുത്തത് അതിനകത്തുനിന്ന് വിളി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആകാശ ഊഞ്ഞാലിൽ നിന്ന് ഭയങ്കര വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഒരു നീല ചുരിദാറിട്ട ഒരു കൊച്ച് കണ്ണും അടച്ചു പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ അതെനിക്ക് നല്ലതുപോലെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ജയിൻ്റ് വീലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ക്ഷീണം മാറാത്തതുകൊണ്ട് ഞാൻ അസീനരെ ചോദിച്ചു, അസീന ഞാൻ പൊക്കോട്ടാടി എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് എൻ്റെ മോൻ കണ്ടിട്ട് പാവം തോന്നി, പൊക്കോടി എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട, അവരെ ഒറ്റയ്ക്ക് വിടേണ്ട, എന്തൊക്കെയോ അവർക്ക് മേടിക്കാനുണ്ട്, നമുക്കും കൂടെ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ കൂടെ ഷോപ്പിലൊക്കെ വന്നു. ഉമ്മ ജയിൻ്റ് വീലിൽ കയറാത്തതുകൊണ്ട് ഉമ്മക്ക് തലയിറക്കമില്ലല്ലോ. അപ്പോൾ അവിടെ വന്നപ്പം സിയാക്കുട്ടി ആരെയും നിന്ന് വിരട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ കുട്ടികൾ പരസ്പരം ഉമ്മ വെച്ച് സന്തോഷിക്കുന്ന കണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓണാക്കാൻ ഉമ്മ വെച്ച സമയത്ത് മറന്നുപോയി. പിന്നീട് വീണ്ടും അവർ ഡാൻസ് ചെയ്യുന്ന കണ്ട് ചെന്നപ്പോൾ എന്നെ കണ്ടിട്ട് അതിലൊരാൾ മറ്റേ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ പാത്തൂട്ടിക്ക് കൊലുസ് മേടിക്കാൻ വന്നതാണ്. ഈ കൊലുസൊക്കെ ഉണ്ട് മുമ്പ് നമ്മൾ 60-50 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വില കേട്ടാൽ ഞെട്ടി നമ്മുടെ ബോധം പോകും. പിന്നെ അവർ നമുക്ക് ടാറ്റയൊക്കെ തന്ന് നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ തിരിച്ചു പോയി. അപ്പോഴും അസീനായും പിള്ളേർ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് ചെരുപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു പറഞ്ഞ് അവൾ പ്ലേറ്റും ഗ്ലാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റേ ജ്യൂസ് ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ലാഭത്തിന് കിട്ടും പറമ്പ് വരുമ്പോൾ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നമ്മളെയും കൊണ്ട് പോയത്. പക്ഷേ ആ കട, ഞാൻ കയറിയ കട കുറേ കറങ്ങിയിട്ടും കിട്ടിയില്ല കേട്ടോ. ഞാൻ മേടിച്ച കടയിൽ നിന്ന് ഞാൻ 4 എണ്ണം 100 രൂപയ്ക്കാണ് ജ്യൂസ് ഗ്ലാസ് മേടിച്ചത്. അപ്പോൾ അതുപോലെ നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. 4 എണ്ണം 100 രൂപയാണെങ്കിൽ നല്ല ലാഭമാണ് നമുക്കവിടെ നിന്ന്. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പോയപ്പോഴത്തേക്കും അവൾക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളെ അടുത്ത് പറഞ്ഞ് നിങ്ങളിനി നിൽക്കണ്ട, അങ്ങ് വരെ പോകാനുള്ളതല്ലേ, ഇവിടെ അഴൂർ അമ്പലത്തിൽ ഉത്സവമാണ്, നിങ്ങൾ ചിലപ്പോൾ ബ്ലോക്കിൽ പെട്ടുപോയാൽ രാത്രി 10 മണിയൊക്കെ ആവും, എനിക്ക് യൂട്യൂബ് ലൈവ് വരാനുള്ളതല്ലേ, നീ ലൈവ് വരാനുള്ളതല്ലേ പൊക്കോന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അഴൂർ അമ്പലത്തിൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പം അവിടെ ഗേറ്റ് അടച്ചിട്ടിരുന്നു. അപ്പോൾ അതാണ്ട് ഇങ്ങനൊരു ഇതിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഈ ലൈറ്റൊക്കെ കത്തിച്ച് ഇങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ടൊരു ദേവിയുടെ രൂപം ഇങ്ങനെ ഹാരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വീഡിയോ എടുത്തു കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും. ഓട്ടോ നിർത്തിയിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് കണ്ടതാണ്. അങ്ങനെ പാത്തൂട്ടിയും കിളി പോയിരിക്കുകയാണ്. ജയിൻ്റ് വീലിൽ കയറിയതിൻ്റെ ക്ഷീണം ശരിക്കും ഞങ്ങളെ വിട്ടു മാറിയിട്ടില്ല. ഇവൻ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ മുഖംമൂടിക്കാരൻ കയറിയിട്ടില്ലായിരുന്നു, ഉമ്മയും കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ജയിൻ്റ് വീലിൽ കയറിയ ക്ഷീണവും വിളിയും അട്ടഹാസവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോയി ഗൈസ്. ഇനി അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.